എല്ലാ പ്രിയമിത്രങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു കാലത്തിൻ്റെ അളവുകളെക്കുറിച്ചാണ്. ശ്രീ ശുകമുനി പരീക്ഷിത്ത് രാജാവിനോട് പറയുന്നതാണ്. ഒരു തളിരിലയിൽ സൂചി കുത്തിയാൽ അത് കയറുന്നത്ര സമയത്തിനാണ് ക്ഷണനേരം എന്ന് പറയുക. 30 ക്ഷണം ഒരു ത്രുടി, 30 ത്രുടി ഒരു കല, 30 കല ഒരു നിമിഷം അഥവാ മാത്ര, 40 മാത്ര ഒരു വീർപ്പ്, 6 വീർപ്പ് ഒരു വിനാഴിക, 60 വിനാഴിക ഒരു നാഴിക, 60 നാഴിക ഒരു മനുഷ്യ ദിവസം, 15 ദിവസം ഒരു പക്ഷം, 2 പക്ഷം ഒരു മാസം, അതായത് 30 ദിവസം. അതാവട്ടെ പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. കറുത്ത പക്ഷം അവർക്ക് ഒരു രാത്രിയും വെളുത്ത പക്ഷം ഒരു പകലുമാകുന്നു. 365 ദിവസങ്ങൾ കൂടുമ്പോൾ ഒരു മനുഷ്യവർഷമാകുന്നു. 12 മാസങ്ങളായി ഒരു വർഷത്തെ തിരിച്ചിരിക്കുന്നു. ഈ ഒരു വർഷം ദേവകൾക്ക് ഒരു ദിവസം മാത്രമാണ്. 360 മനുഷ്യവർഷം കൂടുമ്പോൾ ഒരു ദേവവർഷം. അങ്ങനെയുള്ള 4800 ദേവവർഷങ്ങളാണ് കൃതയുഗം. 3600 ദേവവർഷങ്ങൾ കൂടുന്നതാണ് ത്രേതായുഗം. 2400 ദേവവർഷങ്ങളാണ് ദ്വാപരയുഗം. 1200 ദേവവർഷങ്ങൾ കൂടുന്നതാണ് കലിയുഗം. ഇതിനെ 4,30,000 മനുഷ്യവർഷമെന്നും പറയാം. ഇപ്പറഞ്ഞ 4 യുഗങ്ങളും കൂടി 12,000 ദിവ്യ വത്സരങ്ങൾ അല്ലെങ്കിൽ 43,20,000 മനുഷ്യവർഷങ്ങളാകുന്നു. ഇതിനാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഇത്തരം 1000 ചതുർയുഗങ്ങൾ കൂടുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. പകൽ കഴിയുമ്പോൾ അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങും. ഈ നിദ്രാകാലത്തിന് കൽപ്പമെന്നും പറയും. അതോടെ പ്രളയം ആരംഭിക്കുന്നു. 1000 ചതുർയുഗകാലം അതും തുടരും. പ്രളയകാലത്ത് സർവവും വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ ലോകരക്ഷകനായ മഹാവിഷ്ണു ഒരു സുന്ദര ശിശുവായി വെള്ളത്തിന് മുകളിൽ ഒരാലിലയിൽ കിടന്നു. ആ ശിശുവിൻ്റെ പൊക്കിളിൽ നിന്ന് ഒരു ചെന്താമര പൊട്ടിവിടർന്നു വന്നു. അതിനുള്ളിൽ ബ്രഹ്മാവ് വീണ്ടും ഉണ്ടായി. 4 പാടും വെള്ളം നിറഞ്ഞതെങ്ങനെയെന്ന് അത്ഭുതപ്പെട്ടു. ചുറ്റും നോക്കിയപ്പോൾ ബ്രഹ്മാവ് 4 മുഖങ്ങളുണ്ടായി. അങ്ങനെ അദ്ദേഹം 4മുഖനായി. താമരത്തണ്ടിലൂടെ തൻ്റെ ഉൽപ്പത്തി തേടി താഴേക്ക് ഇറങ്ങിച്ചെന്ന ബ്രഹ്മാവിനെ വിഷ്ണു ഭഗവാൻ സൃഷ്ടി തുടരാൻ കൽപ്പിക്കുകയും 4 വേദങ്ങളും ഉപദേശിക്കുകയും ചെയ്തു. ഇതാണ് കാലഗണന എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി ഞാൻ വരാം. നന്ദി, നമസ്കാരം.